നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീഷോന്ന് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് വാങ്ങിച്ചതല്ല, ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഒരു വീഡിയോ മീഷോന്റെ ഞാൻ കിച്ചൺ പ്രോഡക്ട്സ് വാങ്ങിച്ചൊരു വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ നമ്മൾ ഷെയർ ചെയ്യുമല്ലോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ആയിട്ട്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറെ പേര് വന്ന് ചോദിച്ചു, മീഷോന്ന് പണി കിട്ടിയിട്ടുണ്ടോ, മീഷോന്ന് വാങ്ങിച്ചിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് ആക്ച്വലി മീഷോന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയൊന്നും വാങ്ങിച്ചല്ല കേട്ടോ. ഞാൻ നാട്ടിൽ എത്രയും 2 മാസം മുന്നേ 2 ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് നാട്ടിൽ വന്ന സമയത്ത് അവള് കൊണ്ടുവന്നാണ്, അവള് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് അവിടെ. അപ്പൊ ഞാൻ ജസ്റ്റ് ട്രയൽ നോക്കിയതായിരുന്നു. അപ്പൊ അത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്ന ശേഷം മീഷോന്ന് കുറച്ച് ഡ്രസ്സ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഞാൻ വാങ്ങിച്ചത്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, മീഷോന്ന് ചേച്ചിക്ക് പണി കിട്ടിയിട്ടുണ്ടോന്ന്. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, എനിക്ക് വമ്പൻ പണി കിട്ടിയിട്ടുണ്ട്. അതെന്താന്നുള്ളത് വീഡിയോ ലാസ്റ്റ് നിങ്ങൾ കണ്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പോരെ. അപ്പൊ മീഷോന്ന് വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഒരുപാട് എൻക്വയറീസും വന്നുള്ള ഡ്രസ്സാണ് ഇത്. ഈ ഒരു ഡ്രസ്സ് നല്ല അടിപൊളി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് 1000 താഴെ ഉള്ളൂ റേഞ്ച്. എനിക്ക് 900 സംതിങ് ആയിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇത് ഞാൻ അത്യാവശ്യം കുറേ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ 2 കളേഴ്സ് മീഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഓഫ് വൈറ്റും ബ്ലാക്കും. എനിക്ക് ബ്ലാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്ത് കൈവച്ചാലും ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനത് മാറ്റി പിടിച്ചതാണ്. പക്ഷെ ഇത് അസാധ്യ ഭംഗിയാട്ടോ. ഇത് ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് വീക്കും കൂടെ ഇട്ടിട്ട് ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. നല്ലത്. സൈഡ് മൊത്തം ഇങ്ങനെ വർക്കും എനിക്ക് കാണിച്ചു തരാം. ഞാൻ അടുത്ത് വന്നിട്ട് ഇതിങ്ങനെ ഒറിജിനൽ ആയിട്ടുള്ള വർക്കാണ്. ഇത് പെയിന്റും കാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണിത്. നല്ല മെറ്റീരിയലുമാണ് കേട്ടോ. ഇത് 3 പീസ് സെറ്റ് ആണ്. ഇതിന്റെ ഷോൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം വലിയ ഷോളാണ്. ഇത് മൊത്തം ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ഷോൾ മൊത്തം സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ കൊടുത്തിട്ട് കണ്ടോ, ഇതിങ്ങനെ സൈഡിൽ സ്കാലപ്പ് കൊടുത്തിട്ട് ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അതിൽ ഷോളിൽ. ബോട്ടവും ഇതുപോലെ തന്നെ, ബോട്ടം അകത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ. ബോട്ടത്തിന്റെ അകത്ത് ലൈനിങ് ഉണ്ട്. കാലിന്റെ അറ്റത്ത് ഇങ്ങനെ ഈ വർക്കും വന്നിട്ടുണ്ട്. എന്താ പറയാ, പാരൽസ് പോലെ, അങ്ങനെ ഒത്തിരി ലൂസ് അല്ല, എന്നാലും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് എന്താ പറയാ ഭയങ്കര ഫേവറേറ്റ് മീഷോന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ഇതാണ്, ഡ്രസ്സ്. ഇത് ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നതാണ്. അപ്പൊ ഇത് ആണ് എന്റെ ഫേവറേറ്റ്. ചിക്കൻ കാരി നിങ്ങൾക്ക് ആരെങ്കിലും വിഷം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പലരും എൻ്റെ അടുത്ത്. എനിക്ക് ചിക്കൻ കാരിയുടെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ. ഒറിജിനൽ ചിക്കൻ കാരിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഇതിപ്പോ ഞാൻ മീഷോന്ന്, ഇത് 2 പീസ് സെറ്റ് ആയിരുന്നു കേട്ടോ. ഇത് 2 പീസ് സെറ്റ് ആണ്. ഇതിന്റെ പാന്റും ഉണ്ടായിരുന്നു, പാരൽസ് പോലെ. എനിക്ക് അത് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ കസിന് ആരൊക്കെ കൊടുത്തു ഞാനത്. ഇതുപോലെ താഴെ ഫുൾ വർക്ക് വന്നിട്ടുള്ളത് തന്നെയായിരുന്നു അതിന്റെ ബോട്ടം. ടോപ്പ് ഞാൻ പിന്നെ പട്ടിയാല പോലത്തെ ഒരു ടോപ്പാണ്, പാന്റാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ നിന്ന് തപ്പി പിടിച്ച് വാങ്ങിച്ചതാണ്. ഇതാണ്. ഇത് റയോൺ മെറ്റീരിയൽ ആണ്. 300 സംതിങ് ഉള്ളായിരുന്നു കേട്ടോ മീഷോയില്. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പല ഷേപ്സും നിങ്ങൾക്ക് മീഷോയിൽ കിട്ടും. 2 പീസ് സെറ്റ് ആയിട്ടും ടോപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല അടിപൊളി ഒന്നും പറയാൻ. എനിക്കിതിന്റെ 3-4 കളേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ബാക്കി മീഷോ നല്ല വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ പലയിടത്തായിട്ട് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലേ കളേഴ്സ്, അങ്ങനെ കണ്ട് അടിക്കൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് മീഷോന്ന് വാങ്ങിച്ചാണ്. നല്ല, ഇതൊക്കെ ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. നല്ല വർക്കാണ്. ഞാൻ നമ്മുടെ ലുലുവിന്റെ വ്ളോഗിൽ പറയുന്നുണ്ട്, ഞാൻ ആ ഡ്രസ്സിന്റെ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നാട്ടിൽ വന്ന ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇടാൻ കഫ്താനാണ്. നല്ല സുഖമാണ് ഈ ചൂടത്ത് കഫ്താൻ ഇടാനായിട്ട്. കോട്ടൺ കഫ്താനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിരിക്കുന്നത് കോട്ടൺ അല്ല, ഇത് റയോൺ മിക്സ് ആണ്. പക്ഷെ നല്ല സുഖമാണ്. ചൂടെന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇതിട്ടാ തോന്നില്ല. ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതുള്ള വർക്ക് വന്നിട്ടുള്ളതാണ്. ഞാൻ എനിക്ക് തോന്നുന്ന സാരി വീഡിയോ ഞാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം വരുന്ന വീഡിയോ, ചിലപ്പോൾ സാരി വീഡിയോ ആയിരിക്കും ആദ്യം വരുന്നത്. എന്താണെങ്കിലും ആ വീഡിയോ ഞാൻ പറയുന്നത്. എനിക്ക് 28 കളേഴ്സാണ് എന്റെ കണ്ണിൽ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എനിക്ക് കളർ കോമ്പിനേഷൻ ഒക്കെ കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണിത്. നല്ല നല്ല സുഖമാണ് ഇടാനായിട്ട് കേട്ടോ. പ്യുവർ കോട്ടൺ അല്ല. ഇതും 300 റേഞ്ചുള്ളൂ. ഞാൻ പറ്റുമെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കൊടുത്തേക്കാം. 300 സംതിങ് ഒക്കെ ഉള്ളൂ ഇതിന്. സൈഡിൽ ഇങ്ങനെ ഇതുപോലെ വന്നിട്ടുണ്ട്, ഒരു ലേസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് സൈഡിൽ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതും 2 പീസ് സെറ്റ് ആയിരുന്നു. ഇതിന്റെ പാന്റ് ഞാനിപ്പോൾ തപ്പിയിട്ട് കാണുന്നില്ല. ബോട്ടം ഇത് പ്ലെയിൻ വൈറ്റ് പാരൽസ് പോലെ, സിഗരറ്റ് പാൻസ് പോലത്തെ ബോട്ടം ആയിരുന്നു കേട്ടോ. വൈറ്റ് ആണ് ഇത് ബോട്ടം വരുന്നത്. ഇത് ഞാൻ പക്ഷെ കുറെ പേര് ഇട്ട് കണ്ടിട്ടുണ്ട്. മീഷോന്റെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ എവിടെ തിരിഞ്ഞാലും ചിലപ്പോൾ മീഷോ കണ്ടെന്നിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇടുമ്പോൾ നമുക്ക് സുഖമാണോ ഇടാനായിട്ട്. ഈ ക്ലൈമറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അവരിട്ടോ ഇവരിട്ടോ അതൊന്നും ഞാൻ നോക്കത്തില്ല, ഞാൻ വാങ്ങിക്കും. ഇത് 200 സംതിങ് ഇതുള്ളായിരുന്നു. 2 പീസ് ആണ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആണ് ഇത്, നല്ല കോട്ടൺ ആണിത്. ഇങ്ങനെ ഒരു കോളർ നെക്കാണ് വന്നിരിക്കുന്നത്. 3/4 സ്ലീവ്. നല്ല സുഖമാണ് ഇടാൻ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആ സെയിം ഡ്രസ് ഇട്ട് വന്നെടുത്തതാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് രാത്രി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഫോട്ടോസ് ഞാൻ അറ്റാച്ച് ചെയ്യാൻ, ആ ഡ്രസ്സുകൾ ഇട്ട ഫോട്ടോസ്. അപ്പൊ ഫോട്ടോസ് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗാലറി തപ്പിയപ്പോഴാണ് വേറൊരു ഡ്രസ്സിന്റെ ഫോട്ടോ ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ
അയ്യോ ശരി, ഇത് മീഷോന്ന് വാങ്ങിച്ചാലും ഞാൻ മിസ്സായി പോയത്. എങ്ങനെ മിസ്സായെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ അയൺ ചെയ്യാൻ അപ്പുറത്തെ റൂമിൽ കൊണ്ടുവച്ചുകൊണ്ട് ഞാനത് വിട്ടുപോയി. അതും ഈ പറഞ്ഞ മാതിരി എന്റെ ഫേവറേറ്റ് മീഷോ പർച്ചേസ് ആട്ടോ. നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ്. അത് കാണിക്കാം, അത് ഞാൻ ഓക്കെ അത് വിട്ടേക്കാം എന്ന് കരുതാൻ എനിക്ക് തോന്നിയില്ല. കാരണം വെച്ചാൽ അത് അത്ര അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് കാണിക്കാം ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു കഫ്താന്റെ എടുത്തത് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ അതാണ് ഞാൻ മുമ്പ് ഏതോ വീഡിയോയിൽ പറഞ്ഞ പോലെ വൺ മാൻ ഷോ ആണ്, ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് ഓടി വന്ന് പറയുമ്പോൾ അത് വിട്ടുപോയി, അത് റെക്കോർഡ് ആയില്ല, എന്താ സംഭവിച്ചത് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്തത് ഇതില്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വിട്ടുപോയ ഡ്രസ്സ്. ഞാൻ പറഞ്ഞ അയൺ ചെയ്യാൻ വെച്ചിരിക്കുക. അപ്പൊ അതിന്റെ ചുളുക്ക് മൊത്തം ഇതിലുണ്ട്. പക്ഷെ ഇത് നിങ്ങളെ കാണിക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. കാരണം അത്ര അടിപൊളി ഇത് 2 പീസ് സെറ്റ് ആയിരുന്നു കേട്ടോ. പാന്റും ഉണ്ട്. ഇതിന്റെ പാന്റ് എനിക്ക് തോന്നുന്നു ഞാൻ ആർക്ക് കൊടുത്തു. വീണ്ടും അത് എനിക്ക് പാന്റ് ടൈറ്റ് ആയിരുന്നു, അപ്പൊ ഞാൻ അതുകൊണ്ട് പാന്റ് ആർക്ക് കൊടുത്തു. അത് ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വന്നിട്ടുണ്ടല്ലോ, ഇത് ഒറിജിനൽ വർക്കാണ്. ഈ എംബ്രോയിഡറി ഒറിജിനൽ എംബ്രോയിഡറി വർക്കാണിത്. ഇതിന്റെ അറ്റത്തേക്ക് ഇതുപോലെ ലേസ് വെച്ചിട്ടുണ്ട്. നെക്കിന്റെ ഫുൾ സൈഡ് നെക്ക് വെച്ചിട്ടുണ്ട്. സ്ലിറ്റിന്റെ സൈഡിലും ഫ്രണ്ടിൽ കേട്ടോ, ഫ്രണ്ട് ഭാഗത്തും ഇതുപോലെ ഇവിടെ ഓക്കെ ഇതുപോലെ ഉണ്ട്. താഴെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. മീഷോയിൽ ഇപ്പോഴും ഉണ്ട് ഇത്. ഞാൻ വാങ്ങിച്ചു കണ്ടിട്ടുണ്ട്, ഒരു ഫ്രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് സെയിം തന്നെ. നല്ല രസമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. അകത്തൊരു ഷിമ്മി ഇടണം, കാരണം വൈറ്റ് ആണെന്നുള്ള കൊണ്ട് നമ്മൾ അകത്തൊരു ഷിമ്മി ഇടണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ബോട്ടത്തിന്റെ അവിടെയും അറ്റത്തിങ്ങനെ ഈ ലേസ് വരുന്നുണ്ട് കേട്ടോ, കാലിന്റെ അറ്റത്ത് ലേസ് വരുന്നുണ്ട്. നല്ല രസമാണ്. ഇതും 500 താഴെ 400 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും 500 മുകളിലോട്ട് പോയിട്ടില്ല എന്തായാലും. പിന്നെ ഇന്നലെ റെക്കോർഡ് ആവാതിരുന്നത് ഒരു കഫ്താനായിരുന്നു. ഇതാണ് ആ ഒരു കഫ്താൻ. ഇതും റയോൺ മിക്സ് ആണ്. നല്ല സുഖമാണ് ഇടാനായിട്ട്, നല്ല ഭംഗിയാ. വൈറ്റ് കളർ ലെഗിൻസ് ഇട്ടിട്ട് ഇടാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ടത്. ഇതിന്റെ താഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ താഴ്ഭാഗം കണ്ടോ നിങ്ങൾ, ഇങ്ങനെ ടാസൽസ് വന്നിട്ടുണ്ട്. ഇത് നല്ല രസമാണ് ഇട്ട് കഴിയുമ്പോൾ. ഞാൻ എന്റെയൊക്കെ ഫോട്ടോസ് എന്തെങ്കിലും ഞാൻ എന്തായാലും അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന അമ്മൂന് വാങ്ങിച്ച 2 ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റയിൽ ആരും ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടാണ്. നല്ലതാണ്, നല്ല മെറ്റീരിയൽ ആണ്, ധൈര്യമായിട്ട് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് മീഷോയിൽ കയറി നോക്കുകയാണ്. ഇതും രണ്ടിനും കൂടെ 300 സംതിങ് 321 അങ്ങനെ എന്തോ ആണ്. ഞാൻ പറ്റുന്നിടത്തോളം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. വാങ്ങിക്കുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാലോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 ടോപ്പാണ്. അമ്മൂനും ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഒരു ടോപ്പ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കുട്ടികൾക്കൊക്കെ, എസ്പെഷ്യലി പെൺപിള്ളേർക്ക്. പിന്നെ നമുക്ക് ഓക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കൈ വിരുവരാന്ന് വരത്തില്ലേ ഡ്രസ്സ് എടുക്കാനായിട്ട്. ഇതിന്റെ വേറെ കളേഴ്സും ഉണ്ട് കേട്ടോ. യെല്ലോ, ഇങ്ങനെ ഇവിടെ യെല്ലോ വരുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. കോംബോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. കാരണം ഇപ്പൊ 2 ദിവസം മുന്നേ ഞാൻ മീഷോ നോക്കുമ്പോൾ അതുണ്ടായിരുന്നു. ഇത് പോസ്റ്റ് ചെയ്ത് ഇതെപ്പോഴും എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനിത് എടുത്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുവാണ്. എപ്പോഴത്തേക്കാണെന്നുള്ള എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾ ഇഷ്ടമുള്ളവർ മീൻസ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മീഷോയിലോട്ടോ. ഞാൻ ഇത് കഴുകിയിട്ടും കൂടി ഇല്ല. ഇപ്പൊ അവൾ എവിടെയോ ലാസ്റ്റ് എവിടെയോ കഴിഞ്ഞ ആഴ്ച എവിടെ ഇട്ടിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് വാഷ് ചെയ്യണം. എനിക്ക് വാഷ് ചെയ്തിട്ട് പോലും ഇല്ല. ഇത് ആണ് രണ്ടാമത്തത്. കണ്ടോ, ഇതിന്റെ സ്ലീവ്സ് ഒക്കെ ഉണ്ടോ, നല്ല ഭംഗിയില്ല. അങ്ങനെ കുത്തിക്കൊള്ളുന്ന ടൈപ്പ് ഒന്നും അല്ല കേട്ടോ. ഞാൻ അതൊക്കെ നോക്കിയേ വാങ്ങിക്കത്തുള്ളൂ. കാരണം പിള്ളേർക്ക് ഓക്കെ അല്ലെങ്കിൽ പിന്നെ അവർ ഇടത്തില്ലല്ലോ. ഇവിടെ അമ്മൂന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ കമന്റ്സിൽ നോക്കുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം എഴുതിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ്. റിവ്യൂസ് നോക്കുമ്പോൾ മീഷോന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ, മീഷോന്നല്ല നമ്മൾ ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും റിവ്യൂസ് നിങ്ങൾ നോക്കുക കേട്ടോ. ഞാൻ ആദ്യം റിവ്യൂസ് ഒരു നെഗറ്റീവ് റിവ്യൂ കണ്ടാൽ ഞാൻ വാങ്ങിക്കില്ല, സീരിയസ്ലി ഞാൻ വാങ്ങിക്കത്തില്ല. അപ്പൊ നിങ്ങൾ റിവ്യൂസ് നോക്കുക. റിവ്യൂസ് നോക്കി വാങ്ങിച്ചതേ ഫ്ലോപ്പ് ആയിരിക്കുന്ന എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഞാൻ ഇപ്പൊ കാണിച്ചതൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. എല്ലാം ഇതൊക്കെ ഒത്തിരി വാഷ് ചെയ്ത സാധനങ്ങളാണ്. ഈ ഒരു റേറ്റേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, ഇതെല്ലാം നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടോ അങ്ങനെ വലിയൊരു ഫംഗ്ഷൻ പോകുമ്പോൾ അങ്ങനെയൊന്നും ഇടാൻ പറ്റുന്നതല്ല. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നമ്മളൊന്ന് എന്താ പറയുക, ഞാനൊരു ക്ലാസ്സിന് പോകുന്നുണ്ട്, ഞാനൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഡെയിലി എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ ദിവസം ഓരോ ഡ്രസ്സുകൾ മാറി മാറി വേണ്ടേ. പിന്നെ ചൂടെടുക്കാത്ത, ഈ ചൂടത്ത് നമുക്ക് കൊളസ്ട്രോൾ ടൈപ്പും അല്ലെങ്കിൽ അങ്ങനത്തെ ലൈനിങ്ങുള്ള ടൈപ്പും ഒന്നും ഇടാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഈ പലരും ഈ മീഷോന്റെ ഡ്രസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം മീഷോന്ന്, കുഴപ്പമൊന്നുമില്ല. റിവ്യൂസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആ കഫ്താൻ കാണിച്ചില്ല. ഞാൻ 3 കഫ്താനായിരുന്നു ഓർഡർ ചെയ്തത്. അതിലെന്റെ
കണ്ടപ്പോ നമുക്ക് ചിലത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഫ്താൻ എനിക്ക് ഉണ്ടായിരുന്നു. ആ കഫ്താനാണ് ഈ കഫ്താൻ. നിങ്ങൾ വിചാരിച്ചത് എന്തുവാ ഈ പഴംതുണി എടുത്തോണ്ട് വരണേന്ന്? പഴംതുണിയല്ല ഇത് സംഭവം. ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും ഇതെന്തായിരുന്നു ആദ്യം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥയും ഒരു വാഷ് കഴിഞ്ഞപ്പോൾ ഇതെന്താ ഇങ്ങനെ ആയി പോയെന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ഹാൻഡ് വാഷ് ആണ് എന്റെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ എല്ലാം ചെയ്യുന്നത്. ഈവൻ കുട്ടികളുടെ ആണെങ്കിൽ പോലും നല്ല ഡ്രസ്സുകളെല്ലാം ഞാൻ ഹാൻഡ് വാഷ് ചെയ്യുന്നത്. മെഷീൻ വാഷ് ഞാൻ ചെയ്യാറില്ല. നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് അല്ലാണ്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം ഞാൻ ഹാൻഡ് വാഷ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ഹാൻഡ് വാഷ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സിക്സാഗ് ഈ ഡിസൈൻ കണ്ടില്ലേ? ഈ ഡിസൈനൊക്കെ നല്ല ഡാർക്ക് കളറായിരുന്നേ. ഞാനിത് കഴുകി ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്തിങ്ങനെ കഴുകത്തില്ലേ, അപ്പൊ തന്നെ പശ പോലെ ഇങ്ങനെ ഒരു സാധനം ഇളകി വരാൻ തുടങ്ങി. കഴുകിയിട്ട് ഇത് അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ ഞാൻ ഇത് എന്താ സംഭവം? പിന്നെ എനിക്ക് മനസ്സിലായി അതെന്തോ ഒരു സാധനം അവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്താ പെയിന്റ് അടിച്ചു വെച്ചതാണോ എന്തോ എനിക്കറിയില്ല. പക്ഷെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും അത് മൊത്തം പോയി. അത് പോവാൻ എന്തൊരു പാടായിരുന്നു അറിയാമോ? കാരണം വെള്ളവും നമ്മുടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. ഓരോ പ്രാവശ്യം കഴുകി എടുക്കുമ്പോഴേക്കും ഈ പശ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതെന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല. ഇത് ഒരു ഫേമസ് യൂട്യൂബർ ആക്ച്വലി ഇതിന് റിവ്യൂ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ അതിന്റെ ഇടയിൽ പോയി കമന്റ് ഇട്ടു, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഒരു പ്രാവശ്യം ഇട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ റിവ്യൂ പറയൂ, അതല്ലേ നല്ലത്? ഇത്രയും പേര് അത്രയും വ്യൂവേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബർ അങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ കണ്ണടച്ച് പോയി വാങ്ങിക്കത്തില്ല. എത്രയോ പേർക്ക് പണി കിട്ടും. വില കുറവാണ്, ഇതൊക്കെ 300-400 റേഞ്ചേ ഉള്ളൂ. പക്ഷെ ആ രണ്ട് മെറ്റീരിയലിനേക്കാളും ഇത് മെറ്റീരിയൽ ഇത് കോട്ടൺ ആയിരുന്നു, നല്ല മെറ്റീരിയൽ ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് വാഷോടുകൂടി ഇത് ഇങ്ങനെ ആയി പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു, ഇട്ടിട്ട് നല്ലതായിരുന്നു. അപ്പൊ എനിക്ക് മീഷോന്ന് എനിക്ക് അങ്ങനെ പറയത്തൊക്കെ വലിയ പണികളൊന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോ സംഭവിക്കും, അല്ലാതെ എന്ത് ചെയ്യാനാ? അപ്പൊ അത് ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോ വീട്ടിൽ വല്ലപ്പോഴും ഇടും, അത്ര തന്നെ. ബാക്കി എത്രയും ഡ്രസ്സുകൾ ഞാനിപ്പോ കാണിച്ചതും അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഉറപ്പ് പറയുന്നു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പറഞ്ഞ മാതിരി ജസ്റ്റ് നിങ്ങൾ റിവ്യൂസ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കൂ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടിൽ ദെൻ ബൈ ബൈ.